Hi everyone, it's again a shopping vlog, shopping in Trends, Trivandrum. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഡ്യൂറിങ് ജാനുവരി സെക്കൻഡ് വീക്ക് ട്രെൻഡ്സിൽ സെയിലിൻ്റെ ടൈമായിരുന്നു കേട്ടോ. 70% ഓഫർ സെയിലും ഉണ്ടായിരുന്നു, 50% ഓഫർ സെയിലും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെയിലിൻ്റെ സമയത്ത് കുറച്ച് ഷർട്ട്സ് എടുക്കാനായിട്ട് ട്രെൻഡ്സിൽ പോയിട്ടുള്ളതാണ്. ഞാൻ പട്ടം ട്രെൻഡ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഒത്തിരി നല്ല കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി ഓൺ ഓഫർ പ്രൈസിലുമായിരുന്നു. More oftenly, I choose shirts as my comfortable wear because കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ഷർട്ട്സ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലും ഷർട്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഷർട്ട്സ് എടുക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നതും. ട്രെൻഡ്സിന് എപ്പോഴും ട്രെൻഡ്സിൻ്റെ അജിയോന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അജിയോയിൽ നല്ല ഷർട്ട്സ് കണ്ടപ്പോൾ അങ്ങനെയാണ് ട്രെൻഡ്സിൽ ഓഫർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയത്. ഇതൊരു സാറ്റിൻ ഷർട്ടാണ്, ഇടാൻ നല്ല കംഫർട്ടബിളാണ്. പിന്നെ എൻ്റെ സൈസിനുള്ളതും എനിക്കിഷ്ടമായ ഒരു കളറ് ഞാൻ കണ്ടില്ല. അങ്ങനെ ഒരുപാട് കളക്ഷൻസ്, എന്താ പറയുക, നിറയെ കളക്ഷൻ. ഇൻഫൻസിൻ്റെ സെക്ഷനിലൊക്കെ നിറയെ കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. എല്ലാം സെയിൽ ഔട്ടായിരുന്നു. അത്രയും ഓഫർ വന്നിരുന്നു ഇൻഫൻസിൻ്റെ സെക്ഷനിലൊക്കെ. അത് ലൈക്ക് ഒരു 90% വരെ ഓഫർ ഉണ്ടായിരുന്ന ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ സെയിൽസ് പിള്ളേർ പറഞ്ഞായിരുന്നു കേട്ടോ. ദെൻ അവിടെ നിന്നൊക്കെ നോക്കിയിട്ട് ഞാൻ മെയിനായിട്ടും ഹസ്ബൻഡിന് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഈ ട്രെൻഡ്സിൽ പോയത്. ബിക്കോസ് പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഷർട്ട്സിന് അവിടെ ഓഫർ ഉണ്ടായിരുന്നു. കൂടുതലും പുള്ളിക്ക് പീറ്റർ ഇംഗ്ലണ്ട്, ഫ്ലൈ മെഷീൻ, ലെൻസോളിയാണ് എടുക്കുന്നത്. അപ്പോൾ പീറ്റർ ഇംഗ്ലണ്ട് 7000 പർച്ചേസ് ചെയ്താൽ നമുക്ക് 3500 ആണ് പേയ്മെൻറ്റ് വരിക, അതായത് 50% ഓഫറിൽ. അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്ക് 3-4 ഷർട്ട്സ് എടുക്കാനായിട്ടാണ് മെയിൻ. എനിക്കെടുക്കുന്നതിനേക്കാൾ എനിക്കെടുക്കുന്നതിനേക്കാൾ ഹസ്ബൻഡ് എടുക്കാനായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ എല്ലാം അടിപൊളി ഷർട്ട്സ് ആയിരുന്നു, സൂപ്പർ ഷർട്ട്സ് ആയിരുന്നു. പക്ഷേ കുറച്ച് സെക്ഷൻ മാത്രമേ അവർ ഓഫറിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നല്ലത് നോക്കിയിട്ടൊരു 4-5 ഷർട്ട്സ് പുള്ളിക്ക് എടുത്തു. ഇത് പാൻസിൻ്റെ സെക്ഷനായിരുന്നു, അവിടെയും സെയിം ഓഫർ റണ്ണിങ് തന്നെയായിരുന്നു കേട്ടോ. എഗെയിൻ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് വന്നാൽ കുർത്താസ്, ഡ്രസ്സസ്, ഗൗൺസ് അവിടെയെല്ലാം സെയിം ഓഫർ തന്നെയായിരുന്നു. 7000 പർച്ചേസ് ചെയ്താൽ 50% ഓഫർ. നല്ല ഷർട്ട് മോഡൽ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള, അതൊക്കെ ഒരുപാട് പ്രിൻ്റുള്ള നല്ല പ്രിൻറ്റ്സ്, ഫ്ലോറൽ പ്രിൻറ്റ്, ആൻറ്റിക് പ്രിൻറ്റ്, ട്രൈബൽ പ്രിൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഷർട്ട്സ് ഉണ്ടായിരുന്നു. ഈ ഫ്ലോറൽ പ്രിൻറ്റിലുള്ള ഷർട്ട്സ് എല്ലാം സാറ്റിൻ മെറ്റീരിയലാണ്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാറ്റിൻ മെറ്റീരിയലാണ്. ഒരുപാട് ചൂട് ഫീൽ ചെയ്യുന്ന മെറ്റീരിയൽ അല്ല. ഈ ട്രെൻഡ്സിൻ്റെ ഇങ്ങനത്തെ ഷർട്ട്സ് ഞാൻ സിസ്റ്റർ എപ്പോഴും എടുക്കാറുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഹാൻഡ് ബാഗ് സെക്ഷനിൽ 30% ഓഫറാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും സെലക്റ്റഡ് പീസിന് 50% ഓഫറുള്ള ഹാൻഡ് ബാഗ്സ് അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഹാൻഡ് ബാഗ് നോക്കിയിട്ട് എഗെയിൻ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഞാൻ ഗൗൺസും ടോപ്പുകളും ഫ്ലോർ ലെങ്ത് കുർത്ത സെറ്റ്സ് ഉണ്ടല്ലോ, ഫുൾ ലെങ്ത് വരുന്ന, അങ്ങനെ കുറേ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു പർച്ചേസ് ചെയ്യാനായിട്ട് ഈ വട്ടം എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ചില ഡ്രസ്സുകൾ ഞാൻ എടുത്തതെല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ ഡ്രസ്സെല്ലാം ഞാൻ ഓൺലൈനിൽ മേടിച്ചു. ഈ 2 ടോപ്സ്, ഡബ്ല്യുവിൻ്റെ ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചു. ഈ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഞാൻ ട്രയൽ മാത്രമേ നോക്കിയുള്ളൂ, ഞാൻ പർച്ചേസ് ചെയ്തില്ല. ഇത് മോസ്റ്റ്ലി എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കുർത്തയാണ്, ഒരുപാട് പേരിട്ടേക്കുന്ന ഒരു ടൈപ്പ് കുർത്തയാണ്. ഒരു യുണീക്ക് ഡിസൈനാണെന്ന് പറയാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ ഡബ്ല്യുവിൽ നല്ല ടോപ്സ് ഉണ്ടായിരുന്നു, എല്ലാം ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ പോയാലും 1200 അങ്ങനെയൊക്കെയായിരുന്നു ഡബ്ല്യുവിൻ്റെ ടോപ്സ് വന്നിട്ട്. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഗെയിൻ പരുത്തിപ്പാറ ബാറ്റയിലേക്കാണ് പോകുന്നത്. ബാറ്റയിലെത്തിയപ്പോൾ ഒത്തിരി പ്രോഡക്ട്സിന് ഓഫർ ഉണ്ടായിരുന്നു. ഹഷ് പപ്പീസിനൊക്കെ നല്ല ഓഫർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. ഓഫർ ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് ബാറ്റ അത്രയും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണല്ലോ ബാറ്റ ബ്രാൻഡ്. അങ്ങനെ ഞാൻ ഹസ്ബൻഡിന് സ്നീക്കേഴ്സിൻ്റെ ഒരു ഷൂ എടുക്കാനായിട്ടാണ് ബാറ്റയിൽ പോയത്. അപ്പോൾ പുള്ളിയുടെ സൈസ് അവൈലബിൾ ആയിരുന്നില്ല. പുള്ളിക്ക് കുറച്ച് ക്രൈറ്റീരിയൻ ടൈപ്പാണ്, അപ്പോൾ ആ ഒരു ടൈപ്പ് മോഡൽ സൈസ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഹഷ് പപ്പീസിൻ്റെ സാൻഡൽസൊക്കെ നോക്കുകയാണ്. ഹഷ് പപ്പീസ് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല കംഫർട്ടബിളാണ്, നമുക്ക് നടുവേദന ഉണ്ടാവില്ല. ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ എൻ്റെ സൈസ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല.
ആൻഡ് അങ്ങനെ കുറച്ച് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ന്യൂ ഇയറിലെ ഫസ്റ്റ് ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. സോ അൻറ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.